നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഷൈത്താനൊക്കെ അവിടുന്ന് പോയില്ലേ. അത് നമ്മൾ ചില മരിച്ചോടത്ത് കൂടിയാക്കാണ് ഷൈത്താൻ പോണത്. ഞാൻ നേരിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടുക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ നോക്കേണ്ടി. നമ്മൾ ചില മരണപ്പെട്ട പെരിയിൽ ചില പ്രത്യേക ദുആന്റെ പെരിയിലൊക്കെ ഇങ്ങനെ കൂടിയാൽ അൽ ഫാത്തിഹ എന്നാണ് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ ഷൈത്താൻ നീച്ചു പോണത് കാണും. ഞാൻ പലപ്പോഴും കണ്ടിക്കണം, നിങ്ങൾ കണ്ടിക്കണം. അതാ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ പോയ സീറ്റിക്കൊക്കെ മുഅ്മിനീങ്ങൾ കയറിയിരിക്കുന്നത് കാണാം. അതാ പറഞ്ഞത്. മലക്കുകൾ ഇങ്ങോട്ട് വരും, ശൈത്താനോട് പോകും. എപ്പോ ഓതുമ്പോഴും അഊദു ബില്ലാഹ് എന്നിട്ട് നമ്മൾ എന്താ ഈ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇദാ വഖഅത്തിയും യാസീനും ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര എണ്ണമുണ്ട്? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ജീവിതത്തിൽ പതിവായി ഓതിയ സൂറത്തുകളും ആയത്തുകളും അങ്ങനെ നമ്മളിങ്ങനെയാണ് പോവുകയാണ്. നമ്മളിങ്ങനെയാണ് ചെന്നിട്ട് മഹ്ശറ വിചാരണ മുറ്റത്താണ് എത്തി നോക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് ഖുർആൻ. വൽ ഖുർആനു ഇമാമി. അവിടെ ഖുർആൻ കാണുന്നുണ്ട്. ആരാണ് മുന്നിൽ? ഖുർആന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് സൂറത്തുൽ ബഖറ. ആരാണ് മുന്നിൽ? അൽ ബഖറ സൂറത്ത് നിൽക്കുന്നുണ്ട്. അല്ലാഹു റബ്ബി ആലി ഇമ്രാൻ സൂറത്ത് നിൽക്കുന്നുണ്ട്. നമ്മളൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ട്, നമ്മളൊരു സംഗതിക്ക് വേണ്ടി പോയി നോക്കുമ്പോൾ സമ്മേളന സ്റ്റേജിൽ നോക്കുമ്പോൾ തന്നെ AP ഉസ്താദ് ഇരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പ ഇരിക്കുന്നുണ്ട്, സയ്യിദ് അലി ബാപ്പയ്ക്ക് തങ്ങൾ ഇരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാ ഉസ്താദിൻ. എന്താണ് ആ കാഴ്ച? ഇങ്ങനെ മഹ്ശറിലേക്ക് നമ്മളാണ് ചെല്ലുമ്പോൾ അൽ ബഖറ സൂറത്ത്, ആലി ഇമ്രാൻ സൂറത്ത്, അതൊക്കെ നമ്മളെങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ ഭാഗ്യം തരണേ അല്ലാ. ചില സമയത്ത് ചെയ്തതിനും ചില സ്ഥലത്ത് ചെയ്തതിനും പ്രതിഫലത്തിന്റെ മൂല്യത്തിൽ വ്യത്യാസമുണ്ടാകും. ഇപ്പൊ ഉദാഹരണമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയാൽ അത് അല്ലാഹുവിന്റെ കലാമിന്റെ രാജവചനമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാം എന്ന് നാം ഹറഫുകൾ കണക്കാക്കി ഇവിടെ ഉള്ളത് തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, 100 ഏടുകൾ, അതിന്റെ പരിപൂർണത ഖുർആൻ. ഇതെല്ലാം ചേർന്നുള്ള അള്ളാഹുവിന്റെ കലാമിന്റെ രാജവചനം അർ റഹ്മാൻ അർ റഹീം. അസ്മാഉൽ ഹുസ്നയിലെ അതിപ്രധാനപ്പെട്ട 3 അസ്മാഉകൾ ചേർന്ന 19 ഹറഫാണ് ബിസ്മില്ല. അത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഒരു ബിസ്മില്ലാഹി ഓതിയാൽ അതിൽ 19 ഹറഫാണ്. ഒരു ഹറഫിന് 10 പ്രതിഫലം. അപ്പോൾ ഒരു ബിസ്മി ഓതി തീരുമ്പോൾ 19 ഹറഫാണ് ഓതുന്നത്. അപ്പൊ എത്ര പ്രതിഫലം കിട്ടും? 1-ന് 10. 19 10 എത്രയായി? 190 ആയി. 190 പ്രതിഫലം ഉറച്ചു. 190 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇന്ത്യൻ്റെ 190, സൗദിൻ്റെ 190, ഒമാന്റെ 190, ഏത് 10 കണക്കാക്കണത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാരും ഓതുമ്പം ഞാനായിട്ട് ഇപ്പൊ എങ്ങനെ ഓതാതിരിക്കാം? അങ്ങനെ ഒരു ഓത്തുണ്ട്, അതിന് ഇന്ത്യൻ്റെ 10 കിട്ടും. ഇന്ത്യൻ്റെ 10 ചില്ലറയാക്കിയാൽ എത്ര ഉണ്ടാവും? ആ 10 തന്നെ ഉണ്ടാവും. പടച്ചോനെ, റമളാനൊക്കെ വരികയാണല്ലോ റബ്ബേ. ആയിരക്കണക്കായ മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ട വിശുദ്ധ ഖുർആൻ എനിക്കൊന്ന് ഓതണ്ടേ. ആ വല്ലാത്തൊരു ബഹുമാനത്തിൽ, വല്ലാത്തൊരു ആദരവിൽ അയാൾ അത് മനസ്സിലാക്കിയിട്ട് ഓതുകയാണ്. അയാളെ 10 സൗദിന്റെ 10 ആയിരുന്നു. പടച്ചോനെ, ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് അതിന്റെ ഒതുവും മര്യാദയും കാര്യമൊക്കെ അതൊക്കെ നല്ലോണം പാലിച്ച് ഖിബലക്ക് മുന്നിട്ട് ഇരുന്ന് നല്ല വസ്ത്രം ധരിച്ച് കുറച്ച് അത്തറൊക്കെ ഇങ്ങനെ പുരട്ടി അള്ളാന്നുള്ള ചിന്തയിൽ ആ മൊബൈൽ ഫോണൊക്കെ ഒന്ന് സൈലന്റ് ആക്കി ഒഴിഞ്ഞു വെച്ച് വേറെ കുലുമാലുകൾക്കൊന്നും ചിന്തിക്കാതെ ഖൽബ് അള്ളാഹുവിൽ ലയിപ്പിച്ചിട്ട് ഇങ്ങനെയാണ് ഓതാൻ തുടങ്ങുകയാണ്. അപ്പൊ 10 ഉറുപ്യമെന്ന് മാറിയിട്ട് $10 അത് ഒരാൾ ഓതണത് ആ പാതിരാ സമയത്താണ്. എല്ലാ വാഹനവും അടഞ്ഞ്, എല്ലാ വാതിലുകളും അടഞ്ഞു. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പാതിരാവിന്റെ കൂരിരുട്ട്
എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കം. നിശയുടെ നിദ്രയിൽ ഒരില അനങ്ങുന്നില്ല, ഒരു പക്ഷിയുടെ ശബ്ദമില്ല, ഒരു കുട്ടിയുടെ കരച്ചിലില്ല, വല്ലാത്തൊരു നിശബ്ദത. ആ സമയത്ത് റാബിഅത്ത് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുതലാളിമാരെ വാതിലടച്ചു, കച്ചവടക്കാരെ വാതിലടച്ചു, പണക്കാരന്റെ വാതിലടച്ചു, പണിക്കാരന്റെ വാതിലടച്ചു, വാതിലായ വാതിലുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഈ പാതിരാവിന്റെ കൂരിരുട്ടിൽ നിന്റെ മുമ്പിൽ ഇതാ ഒരു പാവിയായ പെണ്ണ് നിൽക്കുന്നു. നിന്റെ റഹ്മത്തിന്റെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ അല്ലാഹ്, നിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ അല്ലാഹ്, നിന്റെ തൗബയുടെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ. ആ തുറന്നിരിക്കുന്ന വാതിൽക്കൽ ഒരു പെണ്ണ് നിൽക്കുന്നത് നീ കാണുന്നുണ്ടല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പാതിരാവിന്റെ കൂരിരുട്ടിൽ കരയുന്നത് കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്താണ് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, ഖുർആൻ പ്രത്യേകം പറഞ്ഞ ആ സമയത്താണ് നമ്മൾ ഖുർആൻ ഓതുന്നതെങ്കിൽ അതിന്റെ 10 അത് കുവൈത്തിന്റെ 10. ഞാൻ കുവൈത്തിൽ ഒരു പ്രാവശ്യം മജ്മഅന്റെ ആവശ്യത്തിന് പോയിട്ട് ആരോടും സംഭാവന വാങ്ങിയില്ല. അങ്ങനെ എനിക്കൊരു ദയ തോന്നി. ഒരാളോട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര ശമ്പളം എന്ന് വെച്ചാൽ എനിക്ക് 100 റുപ്യാണ് പറഞ്ഞത്. വേറൊരാളോട് ചോദിച്ചാൽ അനക്കത്തിര ചോദിച്ചു എനിക്ക് 70 റുപ്യാണ്. അനക്കത്തിര ചോദിച്ചു എനിക്ക് 60 ഇനിയിപ്പോൾ 70 ആകുവെക്കാരെന്നോ. പടച്ചോനെ ഈ 100 50 ഒക്കെ നെറ്റങ്ങളോട് എന്ത് വാങ്ങാനാണ്? ദയിൻ്റെ സബ് കൊണ്ട് ആരോടും ഒന്നും വാങ്ങിയില്ല. ഒരാഴ്ച അവിടെ നിന്ന് പോരാൻ നേരത്താണ് ഇത് അവിടുത്തെ 100 എന്ന് ആലോചിച്ചു. അവിടുത്തെ 100 ഇവിടേക്ക് മോങ്ങം ബൈക്കണ് വന്നാണ്ടല്ലോ. അത് നമ്മൾ വിചാരിച്ച മാതിരിയല്ല. കുവൈത്തിന്റെ 100 മോങ്ങം ബൈക്കും കെട്ടിൻ്റെ എത്തുമ്പോഴത്തിന് ഉറുപ്പ്യ 30,000 എത്തും. അപ്പൊ അല്ലാഹു തആല അവന്റെ ഖുർആൻ പാരായണത്തിന് 10 തരാന്ന് പറഞ്ഞ അവിടെ വെച്ചു. ആൾക്കനുസരിച്ചാണ് 10, സമയത്തിനനുസരിച്ചാണ് 10, സ്ഥലത്തിനനുസരിച്ചാണ് 10. ഒരാൾ ഓതുന്നത് ഓന്റെ പെരിയിലാണ്, മറ്റേ ആൾ ഓതുന്നത് പള്ളിയിലാണ്. അയാൾ പള്ളിയിൽ ഓതുമ്പോൾ മറ്റൊരാൾ ഓതുന്നത് എവിടെയാണ്? മറ്റൊരാൾ ഓതുന്നത് കഅബത്തിങ്കലാണ്. അതിനൊക്കെ 10 വലിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോ ഈ വർഷത്തെ റമളാനു ശരീഫിലും ഷഅബാനിലും വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്ന ഒരു കേരളക്കാരി, ഒരു കേരളക്കാരൻ, അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിന് ടോപ്പ് ലാഭം എനിക്ക് കിട്ടണം എന്ന മോഹത്തിനും ദാഹത്തിനും നമ്മൾ ഖുർആൻ ഓതിയാൽ റബ്ബ് അങ്ങേയറ്റത്തെ വാത്സല്യനിധിയാണ്, നമുക്ക് വാരിക്കോരി തരും. അതിനു വേണ്ടി ഖുർആനുമായി ബന്ധപ്പെടുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ നമുക്ക് 19 ഹർഫ്. അലൈഹാ 19. നരകത്തിന്റെ പാറാവുകാരായി നിശ്ചയിക്കപ്പെട്ട മലക്കുകളുടെ എണ്ണം 19ആണ്. ആ 19നെ ഈ 19 കൊണ്ട് കാത്തോ മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ഒരു മോഹമായിരിക്കണം അത്, നമ്മുടെ ഒരു ദാഹമായിരിക്കണം അത്, നമ്മുടെ ഒരു അഭിലാഷമായിരിക്കണം അത്. നമ്മുടെ ബിസ്മില്ലാ അത് നമുക്കൊരു അഭയമായിരിക്കണം. നരകത്തിന്റെ പാറാവുകാരായി നിശ്ചയിക്കപ്പെട്ട മലായിക്കത്തിൽ നിന്ന് കാവൽ ലഭിക്കുന്ന 19 എങ്കിൽ ആ 19നെ നാം മുറുകെ പിടിക്കുക. അല്ലാഹുവിന്റെ കലാമിന്റെ രാജവചനം. ആ രാജവചനത്തിന്റെ പാരായണം നമ്മളിങ്ങനെ ഓതുമ്പോൾ അതിന്റെ പ്രതിഫലത്തെ എണ്ണിയും തൂക്കിയും അളന്നും കണക്കാക്കാൻ പറ്റാത്ത അത്ര വലുതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നോക്കൂ നിങ്ങൾ, അതിന്റെ ഒക്കെ ഒരു നമ്മൾ കണക്കാക്കുന്നത് പോലെയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് നമ്മൾ അതിന്റെ ഒരു ബഹുമാനവും അതിന്റെ ഒരു ആദരവും ഹൃദയാന്തർഭാഗത്ത് ഊട്ടി ഉറപ്പിച്ചിട്ട് മനസ്സിൽ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരിക്കൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കാണ്, ഒരു കിസ്സ പറയാം.
ആ കഥയിലെ കഥാനായകൻ ബഹുമാന്യരായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് യാത്രക്ക് പുറപ്പെട്ടു. യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന മധ്യേ വഴിയോരത്ത് ഒരു ഖബർ കണ്ടു. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിന്റെ അടുത്ത് നിന്നു. ആ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് അങ്ങോട്ട് നോക്കി ഖബറിലേക്ക്. അല്ലാഹ്, പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്താണ് കാര്യം? ഖബറിൽ കിടക്കുന്ന ആള് ഒരു തരം അദാബ് അനുഭവിക്കുകയാണ്. ഈ ഒറ്റക്ക് കിടക്കാനുള്ള ഈ മണ്ണറയിൽ അദ്ദേഹം കടന്ന് അദാബ് അനുഭവിക്കുകയാണ്. അതിന് കണ്ടപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഒന്ന് മനസ്സുകൊണ്ട് ഇങ്ങോട്ട് ഞെട്ടി. കാരണം ഖബറിൽ അങ്ങനത്തെ ഒരു കാഴ്ചയാണ് കാണുന്നത്. യാ റബ്ബ്, ഇനിയിപ്പോ ഈസാ നബി അങ്ങനെ കാണൂലേ? ആ ചർച്ചയ്ക്ക് ഇപ്പൊ നമ്മൾ പോണ്ട. ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം കാണുന്നു, വിവേകമുള്ള എല്ലാവർക്കും അറിയാം കാണുന്നു. ഭൂമിക്ക് അടിയിലുള്ളത് മുകളിൽ കാണുമോ? അതിപ്പോ എന്ത് കാണൂലേ? ആരൊക്കെ കാണും? ഇന്റെ പെരീക്കാണ് കയറിനോടത്ത് 3 സ്റ്റെപ്പാണ്. പെരീക്കാണ് കയറാൻ സിറ്റ് ഔട്ടിക്ക്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോണ്ട് ഒരു കോഴി, ആ 2ാമത്തെ സ്റ്റെപ്പും ഒരു കോഴി ഇങ്ങനെ നിൽക്കണം. കോഴി അവിടെ ഇങ്ങനെ നിന്നിങ്ങാണ്ട് ഒരു കൗത്തോണ്ടൊക്കെ ഒരു ഡാൻസ് എടുക്കൽ. കോഴി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് നേരെ മുന്നേ തന്നെ ഒരു തെങ്ങുകുജിയുണ്ട്. ആ തെങ്ങുകുജിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കോഴിക്കൊരു ഒരൊറ്റ ഓട്ടം ഇങ്ങനെ നോക്കി ഓടിയാണ് പോയിട്ട് ഒരു കൃത്യമായ പോയിന്റിൽ കോഴി അവിടെ കാലുകൊണ്ട് ഇങ്ങോട്ട് മാന്തിയിട്ട് ഒരു പൂയരനെ എടുത്തിട്ട് കോഴി സുഖമായിട്ടാണ് തിന്നു. അപ്പൊ അപ്പുറത്തെ ഭൂമിന്റെ അടിയിൽ കൂടെ ഒരു പൂയര പോണത് ഇവിടുന്ന് തന്നെ കോഴിക്ക് കാണാമെങ്കിൽ, അതുകൊണ്ടാണ് കോഴിക്കള കൂട്ടത്തിൽ ഒറ്റ വഹാബികളില്ലല്ലോ. കാണൂല എന്ന് ഓർക്ക് സംശയമില്ല. നിങ്ങൾ കാണില്ലേ അങ്ങനത്തെ കോയിന്? എത്ര എണ്ണത്തിന്? അപ്പൊ ഞാൻ എന്തിനാ ഇത് വേഗം പറഞ്ഞത്? പുതിയ കുട്ടികൾ അങ്ങനത്തെ ഒരു കാലാണ് ഇപ്പൊ. ആവശ്യമുള്ളത് ചോദിച്ചു പഠിച്ചെന്ന കാലല്ല. നാളെ പാതിരാക്ക് ഒരാൾ, ഹലോ കൂറ്റമ്പാർ ഉസ്താദല്ലേ? അതെ, എന്തേ മോനെ? ഉസ്താദെ ഒരു സംശയം ഉണ്ടായത്. ഞാൻ സമയം നോക്കുമ്പോൾ 2:30 മണിയാണ്. അപ്പൊ ഞാൻ സംശയിച്ച് മരിച്ചണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു, എന്തേ ഇപ്പം എനിക്ക് ഇപ്പോൾ ഒരു സംശയം? അല്ല ഉസ്താദെ ഒരു സംശയം. എന്തേന്ന് ചോദിച്ചു. പണ്ട് യൂസുഫിനെ പിന്നെ വിറ്റല്ലോ, അത് എത്ര റുപ്യക്കാന്ന് ചോദിച്ചു. മുങ്കറിനും കൂടി അങ്ങനത്തെ ഒരു ചോദ്യമല്ല. ഞാനിപ്പോൾ ഒരു മൂലരല്ല, ഞാനൊരു ഉസ്താദല്ലേ, ദേഷ്യം പിടിക്കാൻ വേണ്ടി പറ്റൂല. ജി പാതിരാക്കി ഇതിന് വന്നാന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കുട്ടിയെ അതിപ്പം സമനും ബക്സിൻ ചെറിയ വിലക്ക് വിറ്റ് എന്ന് ഖുർആൻ പറഞ്ഞേക്കണേ, എന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും? ഓൻ്റെ ചോദ്യം. ഓന് ഞാനതിൻ്റെ വിലയാണ് കൊടുത്താപ്പണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ചു, ആവശ്യമുള്ളതല്ല ആരും ചോദിച്ചു പഠിച്ചിരുന്നത്. പിന്നെ ഏതാണ്? കൊക്കരാമത്തെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോന്നാ. അതിന് അന്തിയും പാതിരിയും ഒന്നും നേരെ വ്യത്യാസമല്ലാതെ. അതുകൊണ്ട് നമ്മൾ അത് വിട്ടിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹ് കൊടുത്ത കഴിവ്, ഖബറിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഉള്ളിൽ കിടക്കുന്ന ആളെ അവസ്ഥ കണ്ട് ഈസാ നബി ഒന്നിനും ഞെട്ടി. മനസ്സിൽ ആ രംഗം കണ്ടത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഖബറിൽ ഒറ്റക്കാളെ അനുഭവിക്കുന്ന രംഗം. അള്ളാഹു നമ്മളൊക്കെ ഖബറ് കാവലാകട്ടെ. പടച്ചോനെ നീ കാക്കണം റഹ്മാനെ. അദ്ദേഹം പോയി, ഈസാ നബി അലൈഹിസ്സലാം പോയി. മൂപ്പരും ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് നടന്നു. ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ വിഷയങ്ങളൊക്കെ പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ചു വരുന്ന സമയം വന്നപ്പോൾ, തിരികെ വന്ന് യാത്ര തിരിച്ചു പോരുമ്പോ നേരത്തെ കണ്ട ഖബറിന്റെ അടുത്തെത്തി. ആ ഖബറിന്റെ അടുത്തെത്തിയപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അവിടെ വന്നിട്ട് മടക്ക യാത്രയിൽ ആ ഖബറിന്റെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് പോകുമ്പോ നോക്കിയ പോലെ ഒന്ന് നോക്കി. അത്ഭുതത്തിൽ അത്യത്ഭുതം. എന്താ? ഖബറിൽ കിടക്കുന്ന ആളൊരു പുതപ്പൊക്കെ പുതച്ചിട്ട് ഒന്ന് പുഞ്ചിരിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. വല്ലാത്തൊരു കടത്തം. യാ റബ്ബേ, ഇതാണ് കണ്ടപ്പം ഈസാ നബി അലൈഹി സ്വലാമിന്റെ മനസ്സ്. അങ്ങോട്ട് പോകുമ്പോ കണ്ടതും ഇങ്ങോട്ട് വന്നപ്പോ കണ്ടതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. അതിന് കണ്ടിട്ട് ഈസാ നബി അലൈഹി സ്വലാം അപ്പാട് ഉയർത്തി അള്ളാഹുവിലേക്ക് കൈ. പടച്ചോനെ, ഞാൻ എന്താണ് ഈ കണ്ടത്? ഞാൻ എന്താണ് ഈ കണ്ടത്? യാ റബ്ബ്, ഞാൻ എന്താണ് ഈ കണ്ടത് റബ്ബേ? അല്ലാഹു തആല വിളിച്ചു, ഈസാ.
ആ മരിച്ചു കിടക്കുന്ന ആളെ പറ്റി നിങ്ങൾക്ക് അറിയുമോ? അദ്ദേഹം നല്ല മുഅ്മിനാണ്, അദ്ദേഹം നല്ല വിശ്വാസിയാണ്, അദ്ദേഹം നല്ല മുഅ്മിനായ മനുഷ്യനാണ്. പക്ഷേ ജീവിതത്തിൽ ചില പാളിച്ചകൾ പറ്റിപ്പോയി, ജീവിതത്തിൽ ചില തെറ്റുകുറ്റങ്ങൾ വന്നുപോയി. ആ വന്ന തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് അയാളെ ആയുഷ്കാലം കഴിഞ്ഞു, അയാളെ റൂഹ് പിടിച്ച് മരണപ്പെട്ടു പോയി. അയാളെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷയാണ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടത്. ഈസാ, അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, പടച്ചോനെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എങ്ങനെ മാറ്റം വന്നത്? ഇപ്പൊ എങ്ങനെ മാറ്റം വന്നത്? ഖബറിൽ തൗബ ഉണ്ടോ? ഖബറിൽ തൗബ ഉണ്ടെങ്കിൽ പുന്നാര മുഅ്മിനീങ്ങളെ അവിടെ തൗബ ചൊല്ലി അങ്ങനെ കടന്നാ പോരെ? അവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. അവിടെ കച്ചവടത്തിന്റെ പണിയില്ല, അവിടെ കൃഷിന്റെ പണിയില്ല, അവിടെ വേറൊരു പരിപാടിയില്ല. ഉണ്ടോ? ഖബറിൽ അങ്ങനത്തെ LDF UDF ബാക്കിയുള്ളതൊന്നും അവിടെ ഇല്ലല്ലോ. അവിടെ തൗബ ചൊല്ലി അങ്ങനെ കടന്നാ പോരെ? പിന്നെ എങ്ങനെയാ അള്ളാഹുവിനോട് ഈസാ നബിയുടെ അന്വേഷണം? പടച്ചോനെ ഇപ്പൊ എങ്ങനെ മാറ്റം വന്നത്? ആ സമയത്ത് അല്ലാഹു തആല ഈസാ നബിയോട് പറയുന്നു, ഓ ഈസാ, ഈ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് നല്ല മുഅ്മിനാണ്, ചില തെറ്റുകുറ്റങ്ങൾ അദ്ദേഹത്തിൽ സംഭവിച്ചു എന്നത് ശരിയാണ്. പക്ഷേ ഇദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. റമളാന്റെ പടിവാതിക്കൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൽ പ്രതീക്ഷ നിങ്ങൾ ഓർമ്മിക്കണം ശരിക്ക്. അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷ വെക്കണം. നാം ഒറ്റക്കല്ല, എല്ലാ സമയത്തും നമ്മോട് കൂടെ അള്ളാഹു ഉണ്ട്. ആ അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷ വെച്ചോ. നോക്കൂ നിങ്ങൾ, അള്ളാഹു തആല പറയുന്നു, ഈസാ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയാണ്. വിധവയായ ആ പെണ്ണ് ഗർഭം പൂർത്തീകരിച്ച് പ്രസവിച്ചു. പ്രസവിച്ചു നോക്കുമ്പോൾ നല്ലൊരു ആൺകുഞ്ഞ്. ആ ആൺകുഞ്ഞ് ജനിച്ചത് മുതൽക്ക് ആ ഉമ്മ ഇങ്ങനെ അള്ളാഹുവിനോട് പറയുന്നു, അല്ലാ, ഈ ചോരപ്പൈതന്റെ വാപ്പ ഈ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ, എന്റെ മോൻ അവന്റെ വാപ്പയെയും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആകെ ഒരു പുന്നോമനെയാണ് നീ തന്നിട്ടുള്ളത്. അള്ളാഹുവേ, എനിക്കും ഈ കുട്ടിന്റെ വാപ്പാക്കും, ഞങ്ങളെ വാപ്പാക്കും ഉമ്മാക്കുമുള്ള പ്രതീക്ഷ ഈ പൈതലല്ലേ. ഇവനെ നന്നാക്കി തരണം, ഇവനെ സ്വാലിഹാക്കണം. ഉമ്മ അങ്ങനെ ദുആ ചെയ്യും. ആ കുട്ടി വലുതായി 5-6 വയസ്സ് പ്രായമായപ്പോൾ, ഓ ഈസാ, ആ ഉമ്മ ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു മുഅല്ലിമിനെ ഏൽപ്പിച്ചു കൊടുത്തു, ഒരു ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ ഉസ്താദ്, ആ മുഅല്ലിം ആ കുട്ടിക്ക് ഓതിക്കൊടുക്കുന്നത് കേട്ടോ. അല്ലാഹു തആല ചോദിക്കുന്നു, ഈസാ, ആ കുട്ടിക്ക് മുഅല്ലിം ഓതിക്കൊടുക്കുന്നത് കേട്ടോ. ബിസ്മില്ലാഹി, കുട്ടി ഓതുന്നു, ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹ്മാനി അർറഹീമി അർറഹീമി. ഉസ്താദ് ഒന്നിച്ചിങ്ങനെ പഠിപ്പിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ആ കുട്ടി ഓതിക്കൊണ്ടിരിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണക്കടലായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വിട്ടുവീഴ്ച ചെയ്യുന്നവനായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങേയറ്റത്തെ കൃപയുള്ള ദയാലുവായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹ്. ഓ ഈസാ, ആ കുട്ടി ഇങ്ങനെ ഭൂമിക്ക് മുകളിലിരുന്നു കൊണ്ട് കരുണക്കടലായ അല്ലാഹ് എന്നിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവന്റെ വാപ്പാനെ താഴെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ, ഭൂമിയുടെ മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് കുട്ടി ഇങ്ങനെ ഓതുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണക്കടലാണ് അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയാണ് അല്ലാഹ്. ഇതൊക്കെ കുട്ടി ഇങ്ങനെ ഓതുമ്പോൾ അവന്റെ വാപ്പാനെ ഞാൻ ഇവിടെ ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇത് രണ്ടും കൂടി എന്റെ റഹ്മത്തിനോട് ചേർന്നതല്ല. അതുകൊണ്ട് ആ ചെറിയ കുഞ്ഞ് ബിസ്മി ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട്, ബിസ്മി ഓതിയതിന്റെ പുണ്യം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ദോഷം പുറത്തു കൊടുത്തു. യാ റബ്ബ്, യാ റബ്ബ്. അല്ലാഹു ഗഫാറാൻ, അല്ലാഹു ഗഫൂറാൻ, അല്ലാഹു തവ്വാബാൻ, അല്ലാഹു ലത്തീഫാൻ. നമ്മുടെ റബ്ബിൽ പ്രതീക്ഷ വെക്കണം.
നമ്മുടെ റബ്ബിൽ അഭയം തേടണം. നമ്മൾ അല്ലാഹു റബ്ബി. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയാ, കണ്ടോ ആ കൊച്ചു കുഞ്ഞു ഓതുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുട്ടി ബിസ്മില്ലാഹി ഓതിയതിന്റെ ഫലം വാപ്പാക്ക് ഖബറിൽ കിട്ടിയതാണ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാഹ്. അപ്പോ ഒരു കുട്ടിയുടെ ഒരു ബിസ്മി അവിടെ കാണാം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മർഫൂഅൻ, ഒരു ഹദീസിൽ കാണാൻ പറ്റും. ഒരു ഹദീസ് പഠിപ്പിക്കുമ്പോൾ ഒരു ഖുർആന്റെ ഒരു ആയത്ത് പഠിപ്പിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം അതാർക്കൊക്കെ കിട്ടും? ലിൽ മുഅല്ലിമി വലിസ്സബിയ്യി വലിവാലിദൈനി ബറാഅത്തും മിനന്നാർ. ഒരു ഉസ്താദ് ഒരു കുട്ടിയെ ബിസ്മില്ലാഹി പഠിപ്പിച്ചാൽ അതിന്റെ പ്രതിഫലം ഉസ്താദിന്, പഠിച്ച കുട്ടിക്ക്, ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ബറാഅത്തും മിനന്നാർ, നരകമോചനം നൽകപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെ പോക്കറ്റിൽ നിന്ന് ഒരാൾക്ക് കൊടുത്താൽ തീരും. അതുകൊണ്ട് ഞമ്മക്ക് കൊടുക്കാൻ മടിയുണ്ടാവും. നമ്മൾ ചിലപ്പം 500 ഒരാൾക്ക് കൊടുക്കാൻ വിചാരിച്ചു, 500 കൊടുക്കാൻ വിചാരിച്ചു അല്ലേ? നമ്മളെ വീട്ടിന്റെ മുറ്റത്തൊരു പാവപ്പെട്ടവൻ വന്ന് ബെല്ലടിച്ചു. അവനോട് ചോദിച്ചു എന്തൊക്കെയാണ് ഇപ്പം ഇങ്ങനെ കഷ്ടപ്പാട് മറ്റൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു 500 റുപ്യ കൊടുക്കുക, അത്രയും കഷ്ടപ്പാടുണ്ടെന്ന് തോന്നി. നമ്മൾ ആ 500 എടുത്തങ്ങാണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പെണ്ണുങ്ങൾ ചോദിച്ചു, ആർക്കപ്പം നിങ്ങൾ ഈ 500 കൊടുക്കണത്? എന്ത് അല്ല, ഒരാളവിടെ ആ പാവങ്ങളെടുത്ത് മാത്രമല്ല, ഇവിടെ എല്ലാ പെരിയിലും നടക്കുന്ന ആളാണ് അയാൾ. പിന്നെ ഇപ്പം നിങ്ങൾ അയാൾക്ക് ഒന്നായിട്ട് 500 കൊടുക്കാൻ നിൽക്കണേ. അപ്പം ഇയാൾക്ക് തോന്നി അത് ശരിയാട്ടോ, ആ 100 കൊടുത്താൽ മതിയെന്ന് തോന്നി. ഏതായാലും ഒന്നും കൂടി അയാളോട് ചോദിക്കട്ടെ ചാച്ചു. അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇന്ന മാത്രം കരുതി വന്നതാണോ അതല്ല ഇതിലൊക്കെ? ഞാൻ എല്ലാ പെരിയിലും ഇങ്ങനെ പോണുണ്ട്, ചിലയിടത്തുനിന്ന് കിട്ടും ചിലയിടത്തുനിന്ന് കിട്ടൂല. അപ്പം ഇയാൾക്ക് തോന്നി എന്നാ 100 കൊടുത്താൽ മതി. 100 കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ 100 ചില്ലറല്ല, നോക്കണതൊക്കെ 500ആണ്. 100 തൊട്ട് ചില്ലറിയില്ല. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ 100 ഇല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ കീസി തപ്പി നോക്കുമ്പം പിന്നെ ഏതാ ഉള്ളത്? ലേശൊരു മര്യാദ ഉണ്ടെങ്കിൽ 10 അല്ലേ? പക്ഷെ എന്നാൽ ഒരാൾ കൊടുത്തത് എന്താണോ? ചില്ലറല്ല എന്നാ കൊടുത്തത്. കൊടുക്കാൻ വിചാരിച്ചത് എത്ര? 500. നമ്മളത് ഏതാകാണ്? നമ്മളത് പല കാരണങ്ങളാൽ നമ്മളെടുത്തത് തീർന്നു പോകുമോ എന്നുള്ള ബേജാറ്, മറ്റവൻ അധികം എന്നെക്കാട്ടിലും മേലെയാകുമോ എന്നുള്ളതൊക്കെ പിന്നെ അസൂയ, അങ്ങനെയാണ് തുടങ്ങിയിട്ട് പലതും വരും. അള്ളാഹുവിന്റെ ഖജനാവ് എടുത്താൽ തീരാത്തതാണ്. പടച്ചോൻ കൊടുക്കുന്നിടത്ത് നമ്മൾ റേഷനാക്കാൻ നിൽക്കണ്ട. റബ്ബ് തരും. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അള്ളാഹു തആല തരും. ചെയ്യേണ്ടതുപോലെ ചെയ്താൽ അള്ളാഹു തആല തരും. ഒരൊറ്റ ബിസ്മില്ലാഹിക്ക് യാ റബ്ബ് നിങ്ങൾ നോക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ 2-ാം വർഷം, ഹിജ്റയുടെ 2-ാം വർഷം, അംവാജുൽ ബദർ, ബദറിന്റെ അലയൊലികൾ ഇങ്ങനെ, ബദർ സമരത്തിന്റെ അലയൊലികൾ ഇങ്ങനെ തിരമാല പോലെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം. മസ്ജിദുൻ നബവിയിലും മദീനയിലും വരുന്നവരും പോകുന്നവരും ഒക്കെ ഇങ്ങനെ ബദറാണ് ചർച്ച. അങ്ങനത്തെ സമയത്ത് ഒരിക്കൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ സമരത്തിലേക്ക് സമരഭടന്മാരെ ഇങ്ങനെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന മധ്യേ ഒരു ഉമ്മ മോനെയും കൂട്ടി വന്നു. ആ മോനെങ്ങനെ നോക്കുമ്പോൾ 13 വയസ്സ് തികഞ്ഞിട്ടില്ല ആ കുട്ടിക്ക്. അപ്പൊ ഒരു SSFന്റെ മെമ്പർഷിപ്പിന് ഇങ്ങനെ ആയി നിൽക്കണുള്ളൂ, അതാണ് പ്രായം. ആ ഉമ്മയും മോനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീന പള്ളിയിൽ വന്നു. റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലി. മുത്തുനബി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറിയ മോനാണ്. ആ കുട്ടി ചോദിച്ചു, നബിയെ, ബദറിലേക്ക് പട്ടാളക്കാരെ എടുക്കുകയാണല്ലോ, എനിക്കും ഒരു മെമ്പർഷിപ്പ് തരുമോ? ബദറിലേക്ക് സമരത്തിലേക്ക് പോകാൻ എനിക്കൊരു അംഗീകാരം തരുമോ? അത് ചോദിക്കാനാണ് ഉമ്മയും മോനും വന്നത്. റസൂലുള്ളാഹി തങ്ങൾ ആ കുട്ടികളുടെ ആവേശം കണ്ടപ്പോൾ വല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ആ കുട്ടിയുടെ ചുമലിലൊന്നിങ്ങനെ മുട്ടി ഒന്ന് സന്തോഷിപ്പിച്ചു. നമ്മൾ നടക്കാത്ത കാര്യം കുട്ടികൾ ചോദിച്ചാലും ഉണ്ടാകുന്ന എൻ്റെ ഒരു തേങ്ങാപ്പുണ്ണാക്കും.
അങ്ങനെയുള്ള ഒരു ശൈലിയാണ് നമ്മളൊക്കെ സ്വീകരിക്കുക. അത് മഹാ തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സാധിക്കാത്തത് ചോദിച്ചാലും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് ചോദിച്ചാലും അതിൻ്റെ ഒരു പ്രതികരണം രീതിയൊക്കെ ഒന്ന് മാറ്റണം നമ്മൾ. ഇപ്പൊ നമ്മൾ എല്ലാറ്റിനും കുറ്റം കുട്ടിയൊക്കെ മാത്രമാണ്. കുട്ടികൾ അങ്ങനെ, കുട്ടികൾ ഇങ്ങനെ, ആഖിർ സമാന്റെ കുട്ടികൾ. ഞാൻ നാളെ വാപ്പാരെ മീറ്റിങ്ങിൽ ചോദിച്ചു, നിങ്ങളൊക്കെ പിന്നെ അവ്വൽ സമാന്റെതാന്ന് ചോദിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ആഖിർ സമാന്റെ വാപ്പാരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമ്മൾ പറയണേ പറയാലോ. അല്ലാഹു ഖൈറ് തരട്ടെ. എന്തേ നിങ്ങൾ ആമീനൊക്കെ ഒരു വ്യത്യാസം നമ്മൾ തമ്മിൽ പണങ്ങിയോ? ഇല്ല, അതിൻ്റെ ആവശ്യമല്ല. നമ്മൾ മുമ്പത്തിലേറെ ഒന്നും കൂടി നന്നാകാൻ വേണ്ടിയാണ് വന്നതാവുള്ളൂ. പടച്ചോനെ നീ ഖൈറ് തരണേ അല്ലാ. അതല്ല, നിങ്ങൾ എല്ലാ ദുആയും എല്ലാ സംഗതിയും ഒരേമാതിരി കരുതണ്ട. മലക്കുൽ മൗത്ത് അസ്റായീൽ നല്ലോണം ചെല്ലിക്കോളി. ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടോയെന്ന് അള്ളാഹു ആയാലും. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാവരും സിന്ദാബാദ് ഒരേമാതിരി കരുതണ്ട. ചില ആളുകൾക്കൊക്കെ നമ്മൾ പരിഗണന കൊടുക്കണമല്ലോ, അല്ലേ? മുങ്കർ നക്കീർ ഒക്കെ നമുക്ക് ഓല് പാഞ്ഞ് നമ്മളെടുത്തേക്കാണ് വരുന്ന സമയത്ത് കുറച്ചോനെ നിങ്ങൾക്ക് സിന്ദാബാദ് വിളിച്ചു കഴിഞ്ഞാൽ അനുയായിയാണ് ഞാൻ കേട്ടോ എന്നെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ഒന്ന് മട്ടത്തിൽ ചെല്ലണ്ടേ? അള്ളാഹു എന്നെ ഖൈറ് നൽകണേ അള്ളാഹ്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിൻ്റെ അടുത്തേക്ക് വന്ന് മുതുകിലൊന്നിങ്ങനെ മുട്ടിയിട്ടൊന്ന് സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ ബദർ ഒരു വല്ലാത്ത സമരാണ്. അപ്പൊ പട്ടാളക്കാരെ കൂട്ടത്തിലേക്കൊക്കെ എടുക്കാൻ മോനിക്ക് പ്രായമായിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ സമയമായിട്ടില്ലല്ലോ മോനെ കുട്ടിക്ക്. റസൂലുള്ളാഹി തങ്ങളൊന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് കുട്ടിയെ തിരിച്ചയച്ചു. വല്ലാത്ത ഒരു നിരാശയിൽ ഉമ്മയുടെ കയ്യും പിടിച്ച് മുത്തുനബിന്റെ സഭ വിട്ടിറങ്ങുന്ന കുഞ്ഞ് ചിന്തിച്ചു, പടച്ചോനെ ഞാനിനി എന്ത് ചെയ്യും? എനിക്ക് മുത്തുനബിന്റെ ഒപ്പം കൂടണം, എനിക്ക് റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ടിരിക്കണം, എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടുപിരിയാൻ പറ്റില്ല. അതിങ്ങനെ മോഹിച്ച് ദാഹിച്ച് ആ കുട്ടി ഉമ്മാന്റെ കൂടെ തിരിച്ചുപോയി. പോയിട്ട് കുട്ടി ഇങ്ങനെ ഈ ചിന്തയിൽ തന്നെ കുറെ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഉമ്മാനോട്, ഉമ്മ നമുക്കൊന്നും കൂടി റസൂലുള്ളാഹിന്റെ അടുത്ത് പോകല്ലമ്മ. മോനെ എന്ത് പോക്കാണ്, ഇപ്പോഴല്ലേ നമ്മൾ പോയി വന്നത്, നമ്മൾ ഇഞ്ഞു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എങ്ങനെ പോവുക? ബദറിലേക്ക് എടുക്കൂല, എനിക്ക് പ്രായമായിട്ടില്ല എന്ന് മുത്തുനബി പറഞ്ഞില്ലേ? അപ്പൊ കുട്ടി പറഞ്ഞു, ഉമ്മ അതിനല്ല, ഞാൻ വേറൊരു സംഗതിക്കാണ്. എന്തേ മോനെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിൽ അവിടെ ദർസ് നടക്കണുണ്ട്, അവിടെ ക്ലാസ് നടക്കണുണ്ട്. ആ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളെങ്ങനെ നോക്കുമ്പോ പല പ്രായക്കാരും ഉണ്ട്. ചെറിയ കുട്ടികളുണ്ട്, വലിയ മനുഷ്യന്മാരുണ്ട്, യുവാക്കളുണ്ട്, പലരും. അതുകൊണ്ട് ബദറിലേക്ക് നമ്മൾ എടുത്തിട്ടില്ലെങ്കിലും ഇന്ന് അവിടുത്തെ ദർസിലൊരു മുതഅല്ലിമായി എടുത്തെങ്കിലോ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാണ് ഞാൻ. അവിടുത്തെ ദർസിലൊരു മുതഅല്ലിമായിട്ട് ഇന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലമ്മ, അതുകൊണ്ട് ഒന്നും കൂടി എൻ്റെ ഒപ്പം പോരോ. അപ്പം ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഉമ്മാക്ക് വല്ലാത്തൊരകായി. ഉമ്മാര് ചിന്തിക്കണം, ഉമ്മാര് ആലോചിക്കണം. ഉമ്മ വളർത്തിയ മക്കള് ലോകത്തിന്റെ നെറുകയിലെത്തിയിട്ടുണ്ട്. ഉമ്മ വളർത്തിയ മക്കൾ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉമ്മ വളർത്തിയ മോനാണ്. ഉമ്മ വളർത്തിയ മക്കൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഉമ്മ വളർത്തിയ മക്കൾ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. എത്ര ആയിരങ്ങളെ കാണാന്നറിയോ? ചരിത്രത്തിൽ ഉന്നത സ്ഥാനത്തെത്തിയ പലരും ഉമ്മ പോറ്റിയ മക്കളാണ്. യാ റബ്ബ്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കട്ടെ. അപ്പൊ ഉമ്മാക്കും തോന്നി, ശരിയാണ്, മദീനത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് പഠിക്കാൻ ചേർക്കാലോ എന്റെ കുട്ടീനെ. ഉമ്മ വേഗം അമ്മാമ്മമാരെ വിവരം അറിയിച്ചു, ഉമ്മാന്റെ ആങ്ങളാരൊക്കെ വിവരം അറിയിച്ച് 3-4 ആങ്ങളാരും ഉമ്മയും കൂടിയിട്ട് കുട്ടിനെ ചേർത്താൻ വേണ്ടി കൊണ്ടുപോകാണ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. അല്ലാഹു റബ്ബി, ഒരു ദർസ് ചേർക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഒരു പ്രധാന വിഷയത്തിന് കൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കുടുംബത്തിന്റെ ഒക്കെ ആവേശം, ഒരു കുടുംബത്തിന്റെ ഒക്കെ ഒരു സന്തോഷം, അതൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകണം. അതാണ് അതിന്റെ സന്തോഷം. ഈ ജോനാണ്ടാക്കി കൊടുത്തുകാണ്ട് പോരും എന്ന് പറയലല്ല. ഒരു കല്യാണക്കത്തി നമ്മളൊരു പെരേക്ക് കൊടുക്കുകയാണെന്ന് വെച്ചാൽ കല്യാണക്കത്ത് ഇങ്ങനെ കൊണ്ടിങ്ങനെ പോകുമ്പോൾ തേങ്ങ പറിക്കാൻ കോരു പോണ്. ഓനോട് ചോദിച്ചു, ഇജ്ജ് എടുക്കാൻ പോണു ചോദിച്ചു. ഞാൻ ആചാരോടൊക്കെ പോവുകയാണ്, എന്നാൽ ഈ കല്യാണക്കത്ത് അവിടെ കൊടുക്കട്ടോ എന്ന് പറഞ്ഞാൽ അതൊരു കൊടുക്കൽ തന്നെയാണ്, അല്ലേ? അതേ സമയത്ത് കല്യാണക്കത്ത് വെച്ച് നമ്മൾ ആചാര പെരയിൽ പോയി രാവിലെ തന്നെ മൂപ്പരെ പോയി കണ്ടൊരു സലാം ചൊല്ലി സുഖവിവരങ്ങളൊക്കെ ചോദിച്ച് പിന്നെ ആചാരക്കാൻ ഞാൻ വന്ന എന്താണെന്നറിയോ? ഇന്റെ ഒരു സന്തോഷത്തിൽ എൻ്റെ കുട്ടിൻ്റെ കല്യാണം നടക്കുകയാണ്. ഞാൻ ഈ കത്ത് തരാൻ വേണ്ടി വന്നത് ഉദ്ഘാടനം നിങ്ങളോട് പറയാൻ വിചാരിച്ചു തന്നെയാണ്. അതുകൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്, നിങ്ങൾ അന്ന് കല്യാണം കഴിയണത് വരെ അവിടെ ഉണ്ടാകണം. അതിനപ്പം ഞാൻ നേരിട്ട് വരാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങാണ്ട് ഒരു ഓർമ്മക്ക് കത്ത് ഇവിടെ വെച്ചോളും എന്ന് പറയണതും അതേ കത്ത് കോരുവിൻ്റെ അടുത്ത് തേങ്ങ വരയ്ക്കാൻ പോകുമ്പോൾ കൊടുത്തയക്കണത് എത്ര വ്യത്യാസമുണ്ട്? കുട്ടിനെ ആരെങ്കിലും അപ്പാണ് തോട്ടിമ്മ കെട്ടിയിട്ട് ഓതാൻ പറഞ്ഞയക്കലല്ല. ഉമ്മ അപ്പൊ എന്ത് ചെയ്തു എന്നറിയങ്ങള്?
ഉമ്മ മോനെ കൂട്ടി ആങ്ങളാരൊക്കെ കൂട്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ചെന്നിട്ട് വീണ്ടും പഴയ സലാം ചൊല്ലി. അപ്പൊ കൂടെ കുറച്ച് ആളുണ്ട്. അപ്പൊ ഉമ്മ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, എന്റെ മോനെ ഞാൻ ഇവിടെ തങ്ങളടുത്ത് പഠിക്കാൻ വേണ്ടി ചേർക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള വല്ലാത്ത ഒരു സന്തോഷത്തിലെ നോട്ടം.